പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണല്ലോ ക്ഷമ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ക്ഷമ. ക്ഷമയ്ക്ക് ഉള്ള അർത്ഥം സഹനം എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഒരു കാത്തിരിപ്പാണ്. സഹനം, കാത്തിരിപ്പ് എന്നൊക്കെ ക്ഷമയ്ക്ക് അർത്ഥമുണ്ട്. കാരണം കാത്തിരിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ സഹനം. എന്തെല്ലാം തേജോവധം ഏതെല്ലാം തരത്തിൽ പറഞ്ഞുണ്ടാക്കിയാലും അതിനെതിരെ പ്രതികരിക്കാതെ, അതിനെതിരെ ശബ്ദിക്കാതെ സഹിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ കുടുംബത്തിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്. ചില ഭർത്താക്കന്മാരുടെ പ്രവൃത്തി അതിൻ്റെ പരിണിത ഫലമായിട്ട് പ്രതികരിക്കാതെ സഹിച്ച് ഹൃദയത്തിൽ ആ വേദനയുമായിട്ട് ജീവിക്കുന്ന ഭാര്യമാർ ധാരാളമുണ്ട്. ചില ഭാര്യമാരുടെ നല്ല പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായിട്ട് അയൽവാസിയുടെയോ സമൂഹത്തിലുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത തരത്തിൽ സഹിച്ച് ക്ഷമിച്ച് ആരോടും ഒന്നും പറയാതെ എല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കുന്ന അനേകം ഭർത്താക്കന്മാരും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ സഹനം ക്ഷമയുടെ മറ്റൊരു പര്യായം കൂടിയാണ്. സഹനം, സഹിക്കുന്നു, സഹിച്ച്. അതുപോലെ തന്നെ ആത്മീയമായ മേഖലകളിലും നേതൃത്വ നിരയിൽ നിന്നും പലതരത്തിലുള്ള പീഡകൾ ഉണ്ടാകുമ്പോഴും ആരോടും ഒന്നും പറയാതെ എല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ക്ഷമിച്ച്, നേതൃത്വ നിര പക്ഷപാതം കാണിക്കുമ്പോഴും നേതൃത്വം മാറ്റി നിർത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും നിശബ്ദരായി അതെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം ശുശ്രൂഷകർ ഇന്ന് തിരുസഭയിലുണ്ട്. വചനപ്രഘോഷണ മേഖലകളിലും പ്രാർത്ഥനാ മേഖലകളിലും ശുശ്രൂഷാ മേഖലകളിലുമെല്ലാം യാതൊരു പ്രതിഫലവും വാങ്ങാതെ കൊണ്ട് പ്രേക്ഷിതൻ എന്ന പേരിൽ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് പ്രാർത്ഥനയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നേതാക്കന്മാർ വന്ന് പീഡിപ്പിക്കുമ്പോൾ അതെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട്, ശമ്പളം പോലും കൂലി പോലും കൊടുക്കത്തില്ല, കൂലി പോലും മേടിക്കുന്നില്ല. പ്രേക്ഷിതനല്ലേ, പ്രേക്ഷിതന് കൂലി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തിയാണ്. അങ്ങനെ പ്രേക്ഷിത പ്രവൃത്തി ചെയ്ത് മുമ്പോട്ട് ജീവിച്ചു പോകുന്ന, ഓരോ ദിവസവും ഇച്ചിരി കഞ്ഞിയും അല്ലെ ചോറും ഒക്കെ കഴിച്ച്, അവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച്, ഏതെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അപ്പോഴെല്ലാം ശകാരിച്ചുകൊണ്ട് നാളുകളോളം നിന്ന് പ്രേക്ഷിത വേല ചെയ്ത വ്യക്തികളെയൊക്കെ 10 പൈസ പോലും കൊടുക്കാതെ കൊണ്ട് പുറത്താക്കി പറഞ്ഞയക്കുന്ന സ്ഥാപനങ്ങളും ഇന്ന് ധാരാളമായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞയക്കുന്ന, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. അനാഥാലയങ്ങളുണ്ട്. നേതൃത്വത്തിൽ നിന്നുള്ള കുത്തുവാക്കുകളും പരീക്ഷമായ പ്രവർത്തനവും അനാഥാലയങ്ങളിൽ, പ്രായം ചെന്ന ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ കഴിയുന്ന പലർക്കും
ഇത്തരത്തിലുള്ള സഹനത്തിൻ്റെ ഒത്തിരി കഥകൾ അവരുടെ ഉള്ളിലുണ്ട്. ആ സഹനങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ വഴക്ക് പറയുകയോ തനിക്കെതിരെ തിന്മ പറയുകയോ ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മാറ്റി നിർത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ പോലും ഹൃദയത്തിൽ വേദന ഒതുക്കിക്കൊണ്ട് അവരോട് ക്ഷമിച്ച് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം പ്രാർത്ഥന അനുഭവമുള്ള മക്കളും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹത്തിലുണ്ട്. സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നിന്ന് നുണപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സഭയെയും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെയുമെല്ലാം താറടിച്ചുകൊണ്ട് അവരൊക്കെ ചെയ്യാത്ത തെറ്റിന് പോലും അവരെ കുറ്റപ്പെടുത്തി അപവാദവും നുണക്കഥയും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ പോലും അതിനെതിരെ പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കുവാനോ ഇതൊന്നിനും പോകാതെ കൊണ്ട് അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം സഭയിലെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന വൈദികരും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരും എന്ന സഭയിൽ ധാരാളമുണ്ട്. ക്ഷമ ഒരു സഹനമാണ്. ക്ഷമ ഒരു സഹനവും കൂടിയാണ്. സഹനം മാത്രമല്ല, അത് വലിയൊരു കാത്തിരിപ്പും കൂടിയാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള വരവിൻ്റെ ഒരു കാത്തിരിപ്പ്. ഇന്ന് തിന്മയിൽ ജീവിക്കുന്നവനാണെങ്കിൽ, തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ അവൻ നന്മയിലേക്ക് വരുമെന്നുള്ള കാത്തിരിപ്പ്. ക്ഷമ ഒരു കാത്തിരിപ്പാണ്. ക്ഷമ ഒരു സഹനമാണ്. ക്ഷമ ഒരു കാത്തിരിപ്പാണ്. ഇത് നമുക്ക് തരുന്നത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദുരിതമുണ്ടാകും, പീഡനമുണ്ടാകും. അപ്പോൾ ക്ഷമിക്കണമെങ്കിൽ, കാത്തിരിക്കണമെങ്കിൽ, അത് സഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ക്ഷമ കാത്തിരിപ്പാണ്, ക്ഷമ സഹനമാണ്. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴുമല്ല സഹിച്ച് ക്ഷമിച്ച് അവരെയൊക്കെ അനുഗ്രഹിച്ച് അവർക്ക് നന്മ നേർന്ന് അവർ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരുന്നത് കാണുവാൻ കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അങ്ങയുടെ സാക്ഷിയായി മാറുവാൻ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.